ഇപ്പോൾ നമ്മുടെ പ്രവാസികൾക്കായി നോർക്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ ഇൻഷുറൻസ്. ഈ പോളിസിയുടെ മേജറായിട്ടുള്ള പ്രയോജനങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മേജറായിട്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായി ഒരു പ്രീ അസസിങ് അല്ലെങ്കിൽ നിലവിലുള്ള അസുഖമുള്ള ആളുകൾക്കും ക്രോണിക് കണ്ടീഷനുള്ള ആളുകൾക്കും ഈ പോളിസിയിൽ ചേരാം. പ്രത്യേകിച്ച് നിയറസ്റ്റ് ആയിട്ട് വരുന്ന സർജറികളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈ പോളിസി എടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമതായി ഈ പോളിസിയിൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചേരാം. പ്രത്യേകിച്ച് 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഈ പോളിസിൻ്റെ ഭാഗമായി നമുക്ക് ചേരാൻ പറ്റുന്നതാണ്. മൂന്നാമതായി ആയുഷ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പോലുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഈ പോളിസിൻ്റെ ഭാഗം. നാലാമതായി ഈ പോളിസിയുടെ കവറേജാണ്. 5 ലക്ഷം രൂപയുള്ള ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് കവറേജും ഈ പോളിസിൻ്റെ ഭാഗമാണ്. അഞ്ചാമതായി ഈ പോളിസിയിൽ കിട്ടുന്ന IP ബെനിഫിറ്റാണ്. നമുക്ക് IP മൂലം അഥവാ ഇൻപേഷ്യൻ്റ് മൂലം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ 5000 രൂപ പ്രതിദിനം നമുക്ക് റൂം റെൻ്റ് ലിമിറ്റും 10,000 രൂപയുള്ള ICU ബെനിഫിറ്റും നമുക്ക് ലഭ്യമാണ്. ആറാമതായി ഈ പോളിസിയിൽ നമുക്ക് 4 പേരടങ്ങുന്ന അല്ലെങ്കിൽ 4 കൂടുതൽ പേരടങ്ങുന്ന ഒരു ഫാമിലിയെ നമുക്ക് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ഭാഗമായി നമുക്ക് ചേർക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പോളിസിയുടെ പോരായ്മകളാണ്. മേജറായി ഇതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രീമിയം തന്നെയാണ്. ഒന്നാമതായി നമ്മളൊരു ഇൻഡിവിജ്വൽ പോളിസിയോ ഒരു ഫാമിലി പോളിസിയോ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിന് വരുന്ന പ്രീമിയം അല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത്. വളരെ കുറഞ്ഞ പ്രീമിയത്തിലാണ് ഓരോ ഗ്രൂപ്പ് ഇൻഷുറൻസുകളും നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസി ഒരു 40 വയസ്സിന് താഴെയുള്ള 4 ആളടങ്ങുന്ന ഒരു അംഗത്തിന് ഒരു മിനിമം പ്രീമിയമായി വരുന്നത് 13,000 താഴെയാണ്. അതിൽ നമുക്ക് മെറ്റേണിറ്റി പോലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഒരു കമ്പനിയുടെ അല്ല, ഒരുപാട് കമ്പനികളുടെ പ്രീമിയം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നതാണ്. ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് വെച്ചാൽ ഒരുപാട് കമ്പനികളും ഒരുപാട് അസോസിയേഷനുകളും ഇന്ന് ഇന്ത്യയിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഇയർലി പ്രീമിയമായി ചാർജ് ചെയ്യുന്നത് 1000 രൂപയുടെ അടുത്താണ്. അഥവാ ഒരു 5 lakhs പോളിസി എടുക്കുകയാണെങ്കിൽ പോലും 3000-4000 രൂപ റേഞ്ചിലാണ് ഓരോ കമ്പനികളും ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ പ്രീമിയമായി ചാർജ് ചെയ്യുന്നത്. ആ സമയത്താണ് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയിൽ 13,000-14,000 രൂപ പ്രീമിയമായി വരുന്നത്. ഒരുപാട് പോളിസിയിൽ ആനുകൂല്യങ്ങളുണ്ട്. അതേപോലുള്ള ആനുകൂല്യങ്ങളാണ് ഓരോ ഫാമിലി പോളിസികളിലും നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. രണ്ടാമതായി ഈ പോളിസിയുടെ മറ്റൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിസി നമ്മൾ എടുക്കുന്നത് നമ്മൾ പ്രവാസികൾ എന്തെങ്കിലും അസുഖം മൂലം നാട്ടിൽ പോയി കിടപ്പിലാവുന്ന സമയത്ത് ഈ പോളിസി പുതുക്കുവാനും ഈ പോളിസിയിൽ ആനുകൂല്യം കിട്ടുവാനും വേണ്ടിയിട്ടാണ്. 152 ദിവസത്തിന് മുകളിൽ നമ്മൾ നാട്ടിൽ ഈ നോർക്ക കാർഡ് നമുക്ക് പുതുക്കുവാനും ഈ പോളിസി പുതുക്കിക്കൊണ്ടുപോകാനും പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ നോർക്കയോട് മുമ്പുള്ള മറ്റൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. നമ്മൾ പ്രത്യേകിച്ച് UAE പോളിസികളാണെങ്കിൽ നമുക്ക് നാട്ടിലും IP കവറേജ് ലഭിക്കും. ഈ പോളിസിയിലും ആ കവറേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമതായി മറ്റൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഥവാ ഈ പോളിസി എടുത്ത് ഇനി നമുക്ക് ഈ കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലോട്ട് മാറുകയോ അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിസി പുതുക്കിക്കൊണ്ടുപോകാൻ മറ്റൊരു കമ്പനിയിലോട്ട് കണ്ടിന്യൂറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുവാനോ നമുക്ക് പറ്റുമോ എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.